മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ എന്ന നിലവാരത്തിലേക്ക് ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും TMC സ്ഥാപക നേതാവുമായ മമതാ ബാനർജി എത്തുമോ? വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വന്തമായി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ച് ബംഗാളിൽ സമഗ്ര ആധിപത്യം നേടാൻ വേണ്ടി ശ്രമിക്കുകയും അത് സാധ്യമാക്കിയെടുക്കുകയും ചെയ്ത നേതാവാണ് മമതാ ബാനർജി. അവർ അവരുടെ മരുമകനെ അഭിഷേക് ബാനർജിയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായ നിലയിൽ ബംഗാളിൽ ഭരണം നടത്തി വരികയായിരുന്നു. പക്ഷേ ബംഗാൾ ജനത അവരെ കശക്കി ദൂരെ എറിഞ്ഞു, ഒപ്പം അവരുടെ പാർട്ടിക്കാരും. ഇപ്പോൾ ഇതാ വീണ്ടും കോൺഗ്രസിലേക്ക് മമതാ ബാനർജിയെ ക്ഷണിച്ചിരിക്കുന്നു. ഏതാനും ദിവസം മുൻപ് സോണിയാഗാന്ധിയെ മമതാ ബാനർജി ആലിംഗനം ചെയ്തതും തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോകും എന്ന് പറയുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. സോണിയാഗാന്ധി ഇപ്പോൾ മമതാ ബാനർജിയെ കോൺഗ്രസിലേക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള പദവി അവർക്കും അവരുടെ മരുമകൻ അഭിഷേക് ബാനർജിക്കുമൊക്കെ നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് ഇപ്പോൾ സോണിയാഗാന്ധി മമതാ ബാനർജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അഭിഷേക് ബാനർജിക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ നൽകാം എന്നുള്ള വാഗ്ദാനമുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കോൺഗ്രസ് അധ്യക്ഷയാക്കാം, ഉപാധ്യക്ഷയാക്കാം എന്നാണ് മമതാ ബാനർജിക്ക് കൊടുത്ത വാഗ്ദാനം. TMC നേതാവ് അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറിയാക്കാം. എന്നാൽ ഇത്തരത്തിൽ ഒരു നീക്കമില്ല എന്ന് വ്യക്തമാക്കി റിപ്പോർട്ടുകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തള്ളുകയും ചെയ്തു. സോണിയാഗാന്ധി ക്ഷണിച്ചു എന്നുള്ള വാർത്തകൾ വന്ന ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു ക്ഷണം നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 1.5 മണിക്കൂറായിരുന്നു രാഹുൽ ഗാന്ധിയും അഭിഷേക് ബാനർജിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജിയും സോണിയാഗാന്ധിയും തമ്മിലും പല കാര്യങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൃണമൂൽ MP സുഷ്മിത ദേവ് രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചു എന്ന വാർത്ത പിന്നാലെ പുറത്തു വന്നു. ഈ ആഴ്ച രാജിവെക്കുന്ന 2ാമത്തെ MP സുഷ്മിത. സുഖേന്ദു ശേഖർ നേരത്തെ രാജിവെച്ചിരുന്നു. രാജ്യസഭയിലെ രാജിക്ക് പിന്നാലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നും സുസ്മിത വ്യക്തമാക്കിയിരുന്നു. രാജിക്ക് പിന്നാലെ സുസ്മിത ദേവ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ സമീപിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാനായിരുന്നു സന്ദർശനം എന്നാണ് പ്രതികരണം. ഇന്ന് താൻ സ്വതന്ത്രയായ ഒരു സ്ത്രീയാണെന്നും ഹിമന്തയെ നാളുകളായി അറിയാമെന്നും സുസ്മിത പറഞ്ഞു. 2 തോണിയിൽ ഒരേ സമയം കാലുകുത്താൻ താല്പര്യമില്ലാത്തതിനാലാണ് രാജിവെക്കുന്നത് എന്നും സുസ്മിത ദേവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സോണിയാഗാന്ധി മമതാ ബാനർജിയെ കോൺഗ്രസിലേക്ക് തിരിച്ച് മടങ്ങി വരാൻ, പണ്ട് കരുണാകരൻ ചെയ്തതുപോലെ തറവാട്ടിലേക്ക് മടങ്ങി വരാൻ വീണ്ടും ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. എന്നാൽ TMC കേന്ദ്രങ്ങൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു നീക്കമുണ്ടായില്ല, നടപടി ഉണ്ടായില്ല. സാധാരണഗതിയിൽ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നടന്നത് എന്നാണ് കോൺഗ്രസും കോൺഗ്രസിന്റെ വക്താക്കളും ഒക്കെ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും കോൺഗ്രസിലേക്ക് മമതാ ബാനർജി എത്തിക്കഴിഞ്ഞാൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും തൊഴിച്ച് ദൂരക്കളഞ്ഞ് അവർ തന്നെ കോൺഗ്രസിലെ സമഗ്രാധിപത്യം നേടി കോൺഗ്രസിനെ വിഴുങ്ങും എന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ തന്നെ ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെയാകും ഇവരെ കൊണ്ടുവന്നാൽ, ഇവർ എല്ലാം കയറി ആക്രമിച്ച് കോൺഗ്രസിനെ സ്വന്തമാക്കും, കോൺഗ്രസ് പാർട്ടിയുടെ ബാക്കി എന്തെങ്കിലും ഒരു മാന്യതയുണ്ടെങ്കിൽ അതുകൂടി ഇവർ നശിപ്പിച്ച് തേച്ചു കഴുകും എന്നുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മമത കോൺഗ്രസിലേക്ക് പോകുമോ? സോണിയാഗാന്ധി അവരെ ക്ഷണിച്ചോ? ക്ഷണിച്ചെങ്കിൽ തന്നെ അവർക്ക് ഉപാധ്യക്ഷ സ്ഥാനം കൊടുക്കുമോ? മരുമകന് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കും.